Hello, good afternoon. Hello. Good afternoon. Are you here? Good afternoon. Oh. Yes, good afternoon. Sound good വരുന്നില്ല. പറഞ്ഞെടുക്കാം. ശരിയായാമാവോ? കേൾക്കണ്ടോ? യെസ് ഒന്ന് പറഞ്ഞേ. യെസ് എന്നൊന്ന് പറഞ്ഞേ ആരെങ്കിലും. Yes. നിങ്ങളുടെ സൗണ്ട് ഒക്കെ ഇടയ്ക്ക് കേൾക്കട്ടെ. ഞങ്ങളുടെ മാത്രം സൗണ്ട് കേട്ടാ പോരാ. നിങ്ങളുടെയൊക്കെ മനോഹരമായ സൗണ്ടുകൾ കേൾക്കട്ടെ. ഈ എന്റെയൊക്കെ പോലത്തെ സൗണ്ട് കേട്ടോണ്ട് മാത്രമേ ഇത് ബോറടിക്കല്ല അവർക്ക്. ഇടയ്ക്ക് നിങ്ങളുടെ സൗണ്ട് കേൾക്കട്ടെ. അതിനു വേണ്ടിട്ടാ ഒന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ ഓൺ മ്യൂട്ട് കൊടുക്കാത്ത സമയത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട്. സോ അപ്പൊ നിങ്ങൾ മഴയുണ്ടോ മേഡം? പിന്നെ മഴ മാത്രമേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് വേണോ? അവിടെ ഇല്ലേ മഴ? ഇവിടെ ഉണ്ട് മഴ ആവശ്യത്തിന്. ഓക്കെ ഓക്കെ. സംസാരിച്ചോ. കൊച്ചെഴുന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ മിണ്ടരുത്. കൊച്ചിനെ ശല്യപ്പെടുത്തരുത് നമ്മൾ. ഓക്കെ, മഴയൊക്കെ നന്നായിട്ടുണ്ട്. ഇഷ്ടംപോലെ മഴയുണ്ട്. അതിശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. കുറെ പേര് കുറവുണ്ട്. 22 പേരെ ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 19 പേര്. 9 അല്ല, 22 പേരുണ്ട്. അതില് 2 24 ഉണ്ട്. പക്ഷെ 2 ഇവിടെ നമ്മളുടെ ഗൂഗിൾ മീറ്റിന്റെ ആണ് ക്ലാസ്സും അതുപോലെ പ്രസന്റേഷൻ. ബാക്കി ഇത്രയും പേരുള്ളൂ. അപ്പൊ ഓക്കെ, ക്ലാസ് തുടങ്ങാം. അതാണ് നല്ലത്. കുറെ ലേറ്റ് ആയിട്ട് കയറുന്നവരൊക്കെ കയറട്ടെ. ഓൺ ദ വേയിൽ പിടിക്കാം നമുക്ക് അവരെ. നമ്മൾക്ക് പറഞ്ഞ് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലേ? ആഫ്റ്റർ ഓൾ അവരുടെ ഡ്യൂട്ടിയാണ് ഷാർപ്പ് ടൈമിൽ ക്ലാസ്സിൽ കയറുക എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു? വേഗം പറഞ്ഞു. രേഷ്മ ഒന്ന് പറയാം. രീഷ്മയാണ്. രീഷ്മ ഒന്ന് പറയൂ, എവിടെ വരെ എടുത്തു? രേഷ്മയുണ്ടോ? രേഷ്മയില്ല. തസ്നീം പറയാമോ, എവിടെ വരെയാ നമ്മൾ ക്ലാസ്സിൽ എടുത്തേ? കഴിഞ്ഞ ക്ലാസ്സിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ഹോസ്പിറ്റൽ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് പേരുകൾ വായിച്ചു അല്ലെ? ആ പേരുകളൊക്കെ ഒന്ന് കണ്ടു. ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഇനി കടക്കണം. അപ്പൊ നമ്മളുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ അല്ലെ, ഏതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ? ബിനോയ് ഒന്ന് പറയാമോ? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സപ്ലൈമെന്റ് അതായത് CSSD, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്. യെസ്, ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരിക. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്ക് പോകാണ്. ബിഫോർ ദാറ്റ് ഞാൻ മ്യൂട്ട് കൊടുത്തേക്കാണ് കേട്ടോ എല്ലാവർക്കും. അപ്പൊ നിങ്ങളുടെ സൗണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറെ പേര് മിണ്ടില്ല, കുറെ പേര് വിളിച്ചാൽ മിണ്ടില്ല. സംസാരിക്കാൻ പറ്റുന്നവര് സംസാരിക്കാം. യെസ്സോ നോയോ ഓക്കെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മറുപടി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ തരംതിരിച്ചു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന OPD, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും, അതിനകത്ത് OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം നമ്മളുടെ ആ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വൈൽ ഗോയിങ് ത്രൂ യുവർ മോക്ക് ടെസ്റ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്
അല്ലെ? മോക്ക് ടെസ്റ്റുകൾ എത്ര എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര ക്ലാസ്സുകളാണ് നമ്മൾ അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് പേജസ് വൈസ് നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ എത്ര സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് യു കെൻ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാകും. പക്ഷെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ആണ്. അത് ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇതിനാവശ്യമില്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. സോ മൂവ് ടു ദ ഫസ്റ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യത്തെ. ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. ക്ലിനിക്കൽ ലാബ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മളും ഒരുപാട് തവണയൊക്കെ ഹോസ്പിറ്റൽസിൽ പോവുകയും നമ്മളുടെ ഇപ്പൊ ചിലപ്പോൾ പനി അല്ലെങ്കിൽ ചുമയൊക്കെ മാറാതെ നിൽക്കുമ്പോൾ ദ ഡോക്ടേഴ്സ് മേ സജസ്റ്റ് ടു എനി ടൈപ്പ് ഓഫ് ലാബ് ടെസ്റ്റ്, അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ലാബ് ടെസ്റ്റുകൾക്ക് അവര് പ്രിഫർ ചെയ്യാറുണ്ട്. ബോഡിയിൽ നിന്ന് യൂറിനോ ബ്ലഡോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള എന്തെങ്കിലും ഫ്ലൂയിഡുകൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് അവരുടെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ട്രീറ്റ്മെന്റിന് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ടെസ്റ്റുകളൊക്കെ സാധാരണ ചെയ്യുന്നു. അത്തരം ടെസ്റ്റുകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. And in hospitals, mainly 6 field of lab ടെസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത്. 6 രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളാണ് മിക്കവാറും എന്താ പറയാ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി, ഇങ്ങനെ പറയുന്ന 6 ഫീൽഡാണ്. അതായത് നമ്മുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലാബ് ടെസ്റ്റുകൾ നടത്തുക. സോ എന്താണ് പറയാ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ സ്റ്റെതസ്കോപ്പോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നോക്കുന്ന സാധനമൊക്കെ വെച്ച് നോക്കിയിട്ടൊന്നും അവര് സാധാരണ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് എന്താണോ മനസ്സിലായിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് വീണ്ടും ആ സുഖം നമുക്ക് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് എങ്കിൽ, അത് പൂർണ്ണമായിട്ട് മാറുന്നില്ല എങ്കിൽ വി വിൽ ഗോ അഗെയിൻ. നമ്മൾ ആ ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആവശ്യപ്പെടുന്നതായിരിക്കും ഇത്തരം ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകളായിരിക്കും ആവശ്യപ്പെടുക. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ബാക്ടീരിയോളജിയാണ്. ബാക്ടീരിയ സംബന്ധിക്കുന്നത് റിലേറ്റഡ് ടു ബയോളജിയാണ്. നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അനാട്ടമി ഇന്റേണൽ പാർട്ടുകൾക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അതാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു ബാക്ടീരിയാസ്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസുകളോ ഒക്കെ കടന്നുകൂടുമ്പോൾ അതിന്റെ ഫലമായിട്ട് പല അസുഖങ്ങളും നമുക്ക് ബാധിക്കും. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ലാബ് ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ബാക്ടീരിയോളജി. അടുത്തത് എന്താ? ബയോകെമിസ്ട്രി ആണ്. അതായത് കെമിക്കൽ പ്രോസസ് വിച്ച് റിലേറ്റ്സ് ടു ലിവിങ് ഓർഗാനിസംസ്. ഇത്തരം ലിവിങ് ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പടഞ്ഞ് കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലകത്ത് വരുമ്പോൾ അതിൽ ചില കെമിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കും. അപ്പൊ അതിനുവേണ്ടി നടത്തുന്ന ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റുകൾ അത് റിലേറ്റഡ് ആയിട്ടാകാം, ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാകാം ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെന്താണ്? ഹിസ്റ്റോളജിയാണ്. അതായത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ്, പല ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പല കലകളുണ്ടല്ലോ, ടിഷ്യൂസ്, ഇതൊക്കെ എന്താ പറയാ ഇങ്ങനെ സെക്ഷൻ ചെയ്തു അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്ത് ഇന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് അത് സെക്ഷൻ ചെയ്ത് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദ ടിഷ്യൂസ് ഓർ ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ പല കലകളോ ഓർഗൻസോ ഒക്കെ നോക്കി അതിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സാമിൻ ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി പഠിച്ച് നമ്മളുടെ എന്താ പറയാ രോഗത്തിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ്. അതാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. സീറോളജി എന്ന് പറയുമ്പോൾ ആന്റിബോഡി ടെസ്റ്റ് ആണ്. അതായത് ദ ഡിസീസ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദ ഡിസീസ് മേ ബി കോസ്ഡ് ഡ്യൂ ടു എനി പ്രീവിയസ് വൈറൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന ആ രോഗം, ആ ഉണ്ടായിരിക്കുന്ന രോഗം ഏതെങ്കിലും മുന്നുണ്ടായ ചില വൈറൽ ഇൻഫെക്ഷൻസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സിറോളജി എന്ന് പറയുന്നത്. അത് ഒരു ആന്റിബോഡി ടെസ്റ്റ് ആണ് സെറോളജി എന്ന് പറയുന്നത്. ദെൻ ഹെമറ്റോളജി ആണ്. ബ്ലഡ് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് എടുത്തിട്ട് പരിശോധിച്ച് ബ്ലഡിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ മനസ്സിലാക്കി അതുമൂലമാണോ രോഗമുള്ളത് അല്ലെങ്കിൽ രോഗം മാറാതിരിക്കുന്നത് ഇതൊക്കെ ഐഡന്റിഫൈ ബൈ ത്രൂ ദാറ്റ് ഹെമറ്റോളജി ടെസ്റ്റ്. ദെൻ എന്താണ് സൈറ്റോളജി എന്ന് പറയുന്നത്? അത് ഇതുപോലെ തന്നെ നമ്മുടെ സെൽസിന്റെ ഒറിജിൻ, അത് ഏത് രീതിയിലുള്ള സെല്ലാണ്, എങ്ങനെയാണ് അത് ഉണ്ടായത്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷനിങ്, അല്ലെങ്കിൽ മൊത്തം പാത്തോളജി എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ഓഫ് എനി പർട്ടിക്കുലർ ഡിസീസ്, ഒരു രോഗത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ്.
ഓക്കെ, അപ്പൊ ഈ പറയുന്ന 6 മേഖലകൾ അല്ലെങ്കിൽ 6 രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ പെർഫോം ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സിറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ബയോകെമിസ്ട്രി റിലേറ്റിംഗ് ടു ബാക്ടീരിയാസ് ആണ്. ബാക്ടീരിയസിന്റെ എന്തെങ്കിലും ആക്ഷൻ കൊണ്ടാണോ രോഗം അത് കണ്ടുപിടിക്കാൻ. ബാക്ടീരിയോളജി. ബയോകെമിസ്ട്രി കെമിക്കൽ പ്രോസസ് ത്രൂ ലിവിങ് ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള എന്തെങ്കിലും ഓർഗാനിസംസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗൻസിന്റെ ഒരു മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. എന്തുകൊണ്ടാണ് ആ ഡിസീസ് മാറാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർഗൻസോ ടിഷ്യൂസോ ഒക്കെ എടുത്തിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ഹിസ്റ്റോളജി. സിറോളജി എന്ന് പറയുന്നത് ആന്റിബോഡി ടെസ്റ്റ് ആണ്. വെദർ വി ഹാവ് എനി വൈറൽ ഇൻഫെക്ഷൻസ് വിച്ച് ഹാവ് ബീൻ ഒക്കേർഡ് പ്രീവിയസ്ലി, നേരത്തെ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസിന്റെ മൂലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, ഹെമറ്റോളജി ബ്ലഡ് ഡിസോർഡേഴ്സിന്റെ പഠനമാണ്. സൈറ്റോളജി എന്ന് പറയുന്നത് സെൽസ്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷനിങ്, ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോകുക. സോ ദാറ്റ് ദേ ക്യാൻ പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദാറ്റ് ഡിസീസ്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഇത്തരം ടെസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ നടത്തി നമ്മുടെ രോഗത്തിനെ കുറിച്ചുള്ള മനസ്സിലാക്കി പഠിച്ച് അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റൽസിൽ എന്തായാലും ക്ലിനിക്കൽ ലബോറട്ടറീസ് നിർബന്ധമായിട്ട് വേണം. കാരണം എന്നാൽ മാത്രമേ ദേ ക്യാൻ അസിസ്റ്റ് ദ ഫിസിഷ്യൻ, ഡോക്ടേഴ്സിനെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്തിന്? രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ മാത്രം പറ്റില്ല, ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ ആ 6 മെയിൻ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളെ കുറിച്ചിട്ട് മറക്കണ്ട: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സിറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. പേരുകൾ മാത്രം നമുക്ക് അറിയാനുള്ളൂ, പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ഇൻഫോർമേറ്റീവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കുറിച്ച് അത് പറഞ്ഞു എന്ന് മാത്രം. അത് ഞാൻ നോട്ടിൽ എഴുതി തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിനെ കുറിച്ച് പറയാനുള്ളത്. ലാബിൽ മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്ന 6 ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകൾ: ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സൈറ്റോളജി, സിറോളജി ആൻഡ് ഹെമറ്റോളജി. ആൻഡ് ദിസ് ടെസ്റ്റ് വിൽ അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ടു കൺഫേം ദെയർ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ടു പ്രിവെന്റ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ് ഓഫ് എ പേഷ്യന്റ്. പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് കൺഫേം ചെയ്യാനും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ആ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന്? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വേഗം പറയാ, റിപ്ലൈ ഒന്ന് നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒന്ന് കാണിക്കുക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇല്ലേ ഇതിന്റെ എനിക്ക് ഇന്ന് ഈ ചാപ്റ്റർ നമുക്കൊന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഇതൊന്നും എക്സ്ട്രാ ഇനി നോട്ട്സ് ഒന്നുമില്ല. നമുക്ക് ആ 6 മെയിൻ ഫീൽഡുകൾ ഒന്ന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ. അത് നമുക്ക് പഠിക്കാൻ എന്താണെന്നൊന്നും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാം, നമ്മളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ. ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ബയോകെമിസ്ട്രി, എന്താണ് ബാക്ടീരിയോളജി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഴുതുന്നതായിരിക്കും. പറ്റുമെങ്കിലും തീർക്കാം. അപ്പൊ നെക്സ്റ്റ് എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാമത് വരുന്നത് റേഡിയോളജിയാണ്. റേഡിയോളജി ഇതും അതെ, ദിസ് ഈസ് ഓൾസോ an assistant to the physician in their diagnosis and treatment of a patient's disease. ഇതും ഒരു തരം രോഗം നിവാരണം ചെയ്തെടുക്കാനുള്ള ഒരു വേ ആണ്, ഒരു മാർഗമാണ്. അതായത് ഫിസിഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. ബട്ട് ബിക്കോസ് ഈ പറയുന്ന പോലെ ലാബ് ടെസ്റ്റുകളിലൂടെ അല്ല എന്ന് മാത്രം. ആൻഡ് ഇറ്റ് യൂസ് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്പ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ടു ഡയഗ്നോസിസ് ഇൽനെസ്. അതായത് രോഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന വിവിധ രീതികൾ ഇതാണ്: റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. റേഡിയോളജിയിൽ ഈ ഫ്ലൂറോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് എന്താണ്? റേഡിയോഗ്രാഫി എന്ന് പറയാൻ റേഡിയോ ഐസോട്ടോപ്സ് ശരീരത്തിലേക്ക് പാസ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലിനിക്കൽ ലബോറട്ടറീസിൽ ബോഡിക്കകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഫിസിഷ്യൻസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നാൽ ഇവിടെ അതല്ല ചെയ്യാം, നമ്മുടെ ശരീരത്തിനകത്തേക്കാണ്, നമ്മുടെ ഇന്നർ ഓർഗൻസിലേക്കാണ് ഈ പറയുന്ന റേസ് എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്, പാസ് ചെയ്ത് വിടുന്നത്. സോ ദാറ്റ് ഈ പറയുന്ന പോലെ ഇത് പാസ് ചെയ്ത് വിടുമ്പോൾ ഏത് ഭാഗത്താണ്, ഇപ്പൊ ഹാർട്ടിൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ പാർട്ടിൽ നമ്മുടെ വയറിനകത്ത് വരുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് വയറുവേദനയൊക്കെ വരുമ്പോൾ മാറുന്നില്ല?
സാധാ ഡൈജഷൻ പ്രോബ്ലം മാത്രമായിരിക്കില്ല ചിലപ്പോ നമ്മളുടെ ഈ വയറിനകത്തുള്ള പ്രോബ്ലംസ്. അപ്പൊ അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്ന ഹൈ എന്താ പറയാ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഐസോടോപ്സ് ഒക്കെ ഉപയോഗിച്ച് ശരീരത്തിലേക്ക് ഈ റേസ് പാസ് ചെയ്ത് വിടും. അപ്പൊ ഇത് പാസ് ചെയ്ത് പോകുന്ന ഓർഗൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എന്നിട്ട് എന്താ പറയാ സ്ക്രീനിൽ നമ്മുടെ PC കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ പതിപ്പിച്ച് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമേജിങ് അങ്ങനെ അങ്ങോട്ട് കടത്തി വിടും. അപ്പൊ സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ മൂവി, ഒരു എക്സ്റേ മൂവി പോലെ ഇങ്ങനെ അതിങ്ങനെ പാസ് ചെയ്ത് ഒരു മൂവ്മെന്റ് കാണിക്കും. ഇങ്ങനെ സ്പീഡിലാണ് അത് എന്താ പറയാ ഇമേജിങ് കടത്തി വിടുന്നത്. സോ ദാറ്റ് അതൊരു മൂവി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എവിടേക്കാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫിസിഷ്യൻസിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. റേഡിയോ ഐസോടോപ്സ് ഉപയോഗിച്ച് അതുപോലെ വോൾട്ടേജ് ഹൈ ആയിട്ടുള്ള ആക്സിലറേഷൻ ഉപയോഗിച്ചൊക്കെ നമ്മളുടെ രോഗം ഏതൊക്കെ ഭാഗത്തുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഏതാണ് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതിന്റെ പേര് മറക്കണ്ട. മറ്റേതിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെ റേഡിയോളജിയിൽ അതല്ല. ഏതാണ് radiography, fluoroscopy, radioisotopes, and also high voltage acceleration. So various equipments are used for in this purpose. ഈ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ റേഡിയോളജി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് എക്യുപ്മെന്റുകളുടെ പേരുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സ്റേ മെഷീൻ, അതുപോലെ തന്നെ CT സ്കാൻ മെഷീൻ, MRI മെഷീൻ, എക്കോ കാർഡിയോഗ്രാം ആൻഡ് ഓൾസോ അൾട്രാ സൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നതും. എക്സ്റേ മെഷീൻ അറിയാം അല്ലെ, കണ്ടിട്ടില്ലെങ്കിലും എക്സ്റേസ് നമുക്ക് അറിയാലോ, എന്താണ് ആ മെഷീൻ എന്നൊന്നും നമുക്ക് അറിയാവുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിലെ ഇന്നർ പാർട്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയാണ് അല്ലെ ഇന്നർ പാർട്സിന്റെ. അപ്പൊ നമ്മൾ എക്സ്റേ റൂം അവിടേക്കൊക്കെ പെട്ടെന്നൊന്നും എല്ലാവർക്കും പ്രവേശിക്കാനൊന്നും പറ്റില്ല. കാരണം അതിന്റെ ഉള്ളിൽ മുഴുവൻ ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേസ് ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്താ പറയാ എക്സ്റേ ഒക്കെ എടുക്കുന്ന ആളുകളോട് കയറുമ്പോ ഓർണമെന്റ്സ് അല്ലെ, മെറ്റൽസ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ? എക്സ്റേ എടുത്തിട്ടുണ്ടോ? ഇമേജിംഗ് ടെക്നിക്സ് ആണ്. അപ്പൊ സോ വി ഹാവ് ടു റിമൂവ് അവർ ഓർണമെന്റ്സ്. ഇത്തരം മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ അവർ കയറാനായിട്ട് അനുവദിക്കില്ല അല്ലെ. അപ്പൊ അവർക്ക് റിമൂവ് ചെയ്യും. കാരണം ഈ ഒരു റേസ് എന്താ പറയാ അതിലേക്കൊക്കെ പതിക്കാനുള്ള സാധ്യതകൾ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ചിലപ്പോ ആഫ്റ്റർ എഫക്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവരത് റിമൂവ് ചെയ്തിട്ട് കയറാൻ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻസ്, എക്സ്റേ ആണ്, റേ ആണത്. റേ മീൻസ് എന്താ? രശ്മി. ഓക്കെ. പിന്നെ CT സ്കാൻ, അതും അതെ സ്കാനിങ് മെഷീൻ ആണ്. അതുപോലെ MRI അതും ഒരു സ്കാനിങ് മെഷീൻ ആണ്. നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഇന്നർ ഓർഗൻസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഫുള്ളി സ്കാൻ ചെയ്യുന്നതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CT സ്കാൻ ഉണ്ട്. എക്കോ കാർഡിയോഗ്രാം അത് മറ്റൊരു റേസ് കടത്തി വിടുന്ന ഒരു രീതിയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനുള്ള ചില ഡിസീസസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. ഓക്കെ. ദെൻ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നതും ഇന്ന് ഒരു ഈസി ടെക്നിക്കാണ്. ഇതൊരു ഈസി ടെക്നോളജി വിച്ച് ഈസ് നോട്ട് പെയിൻഫുൾ. അധികം പെയിൻഫുൾ അല്ലാത്ത രീതിയിൽ. മറ്റേതൊക്കെ ഇപ്പൊ എക്കോ കാർഡിയോഗ്രാം ഒക്കെ കൊടുക്കുമ്പോൾ ഇതിന്റെ നമ്മുടെ IVയുടെ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൽ കൂടിയൊക്കെ ആയിരിക്കും ഇത് കയറ്റിവിടുക. അപ്പൊ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന്റെ ഒക്കെ ഒരു പെയിൻ ഒക്കെ നമുക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഒരു ഈസി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഇന്നർ ഓർഗൻസിലുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസൈഡ് അവർ ബോഡി വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഈസി ടെക്നിക്കാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് ഹാവ് എനി എക്സ്റേസ് ഓർ ഇഞ്ചക്ഷൻസ്. ഇതിന് എക്സ്റേയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറെ റിലീഫ് നമുക്ക് കിട്ടും. ഒരു പേടി ഉണ്ടാവുമല്ലോ ഈ റേസ് കടന്നു വിടുമ്പോ. നമുക്കറിയാം ഇത് ആളുകൾ പറയാറുണ്ട്, എക്സ്റേസ് ഒക്കെ അധികം നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം അതിന് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് പ്രാവശ്യം എപ്പോഴെപ്പോഴും ഇങ്ങനെ എക്സ്റേസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ഒക്കെ ഒഴിവാക്കാൻ ഇന്ന് കുറെ പുതിയ ടെക്നോളജീസ് അല്ലേ വളർന്നു വരുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പുതിയ ടെക്നോളജീസ് വരുന്നതനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇനി എക്സ്റേസ് ഒക്കെ മാറും. കാരണം അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തില് ഈസി ടെക്നിക്കും ആണ്, പെയിൻഫുള്ളും അല്ല, കുറച്ചുകൂടി കൈകാര്യം ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ അതിലേക്ക് ഇനി മാറും. കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് മാറാൻ പറ്റില്ലല്ലോ. പുതിയ ടെക്നോളജി പതിയെ ആയിരിക്കും മാറ്റങ്ങൾ വരിക. Okay, so these are the different types of diagnostic equipments which is used in radiology. ഇപ്പൊ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളുടെ പേരുകൾ മറക്കരുത്. എക്സ്റേ മെഷീൻ, CT സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, എക്കോ കാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇതിനകത്ത് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണെന്ന് ഓർത്തിരിക്കുക. റേഡിയോഗ്രാഫി,
ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ്, ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ഒക്കെയാണ് ഉപയോഗിക്കാം. അതിന്റെ എക്യുപ്മെന്റുകളുടെയും കാര്യം മറക്കണ്ട, അതും പഠിച്ചു വെക്കാം. അത്രയും 2 കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. 2 സെന്റൻസ് ഓർത്തിരിക്കുക. അപ്പൊ സെന്റൻസ് കണക്ട് ചെയ്യുമ്പോൾ റേഡിയോളജി എന്ന് ഓർക്കുക, റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, ഹൈ വോൾട്ടേജ്, റേഡിയോ ഐസോടോപ്സ്, ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. എക്യുപ്മെന്റുകൾ സിറ്റി സ്കാൻ, എക്സ്റേ മെഷീൻ, എക്കോ കാർഡിയോഗ്രാം, MRI മെഷീൻ ആൻഡ് ഓൾസോ അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിനിക്കൽ ലബോറട്ടറിയും റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോളജി സർവീസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, CSSD നമ്മൾ നേരത്തെ ഒക്കെ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്. അന്ന് നമ്മൾ പറഞ്ഞു അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ടു കീപ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി kept sterilized to avoid the spreading of diseases in the hospital. അല്ലെ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പല സർജറീസിനും പ്രൊസീജിയേഴ്സിനും ഒക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും ഒക്കെ തന്നെ എന്ത് ചെയ്യണം? അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കണം. എന്തിന്? ടു അവോയ്ഡ് ഡിസീസസ് ഓഫ് സ്പ്രെഡിങ് ഓഫ് ഡിസീസസ്. അല്ലെ, ഹോസ്പിറ്റൽസിൽ ഈ ഡിസീസസ് പകരാതിരിക്കാൻ വേണ്ടി, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കിയേ, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ നമ്മൾ അശ്രദ്ധമായിട്ട് ഹാൻഡിൽ ചെയ്താൽ, സ്റ്റെറിലൈസ് ചെയ്യാതെ അതൊക്കെ എടുത്ത് നമ്മളുടെ ബെയർ ഹാൻഡ് വെച്ച്, അതായത് എന്താ പറയാ, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ അവരിത്തരം ചില ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അവര് എപ്പോഴും ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യും. ഒന്നല്ല, ചിലപ്പോൾ 2 ഒക്കെ അവർ വെയർ ചെയ്യുന്നുണ്ട്. അതും ഒരു പ്രോപ്പർ മാനറിലാണ് അവർ അത് വെയർ ചെയ്യുക. അപ്പൊ അത് വെയർ ചെയ്യാതെ നമ്മൾ ഇത്ര കെയർലെസ് ആയിട്ട് അവരെയൊക്കെ പരിശോധിച്ചു, അതുകൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, അത് കൈയൊന്നും കഴുകാതെ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത എന്തെങ്കിലും എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് തന്നെ വെച്ച് ഉപയോഗിക്കുമ്പോൾ എത്ര പെട്ടെന്നായിരിക്കും, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, അത് മൾട്ടിപ്പിൾ ചെയ്യും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, രോഗമില്ലാത്ത ആളിലേക്ക് കയറുമ്പോൾ അത് അവിടെ കിടന്ന് പെരുകാനാ തുടങ്ങുക, അല്ലെ? 1 or 2 വീതം കൂടുതലല്ല, പെരുകും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുക, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽസിൽ എത്രയോ ആളുകളെ വർക്ക് ചെയ്യുന്ന ഇവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ്. കാരണം അവിടെയുള്ളവരെല്ലാവരും ഇൻഫെക്റ്റഡ് ആകും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കെയർ ആയിരിക്കണം. അപ്പൊ എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമേ മറ്റൊരു പേഷ്യന്റിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻഡ് വൈൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് ദ ഹോസ്പിറ്റൽസ് ഹാവ് ടു ഫോളോ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. അതായത് ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്തതെന്നൊക്കെ ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അത്തരം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെയായിരിക്കണം CSSD ഡിപ്പാർട്ട്മെന്റ് ഇത്തരം എക്യുപ്മെന്റുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ ഹോസ്പിറ്റലിന്റെ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ടു അവോയ്ഡ് spreading of diseases in hospital, and also they have to follow strict procedures while sterilizing these surgical instruments. അതായത് ഓരോ ഇൻസ്ട്രുമെന്റും എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴേക്ക് അതെങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിന്റെ ആ സാധനങ്ങളൊക്കെ ഇനി അതിനൊക്കെ എന്താ പറയാ ഡിഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കാശൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമായിരിക്കും. അപ്പൊ കെയർഫുൾ ആയിട്ട് അത്തരം റൂൾസ് ഉപയോഗിച്ച് തന്നെ അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനും എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യാനും ഒക്കെ അവര് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആണുള്ളത് CSSDക്ക്. കിട്ടിയോ? CSSD എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്. പറയുന്നുണ്ട് എല്ലാവരും, മനസ്സിലായിന്ന്? അധികം ആൾക്കാർ കാണുന്നില്ല. ഓക്കെ, ബാക്കിയുള്ളവർ ഉറങ്ങിപ്പോയാ? 3-4 പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, അവിടെ ഉണ്ട്. ഉറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹൗസ് കീപ്പിംഗ് എന്താ നോക്കാം. They are in charge of keeping the hospitals neat and clean. അതായത് ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് വെച്ചാൽ വൃത്തിയൊക്കെ, തറയൊക്കെ വൃത്തിയായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഓരോ മുറിയിലൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് അവരവരുടെ ടേബിളൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവർ നീറ്റ് ആയിട്ടില്ല. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു ഹോസ്പിറ്റലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കരുത്.
ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലുള്ള നീറ്റ്നെസ് ആൻഡ് ക്ലെൻലിനെസ് ഒരു ഹോസ്പിറ്റൽ സറൗണ്ടിങ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ക്ലീനിങ് ഒക്കെ വിഭാഗംകാര് അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. അല്ലാണ്ട് അവര് മോക്കും എന്താ പറയാ ഇതൊക്കെ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. റൂമൊക്കെ എടുത്ത് അടിക്കാനും തുടയ്ക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവര് മേക്ക് ഷുവർ ചെയ്യണം വെദർ ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ്, അതായത് ഇപ്പൊ ഹോസ്പിറ്റലാണ്, പോകുന്ന വഴിയിൽ നടക്കുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും വാട്ടർ ഒക്കെ സ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തെന്നിയടിച്ചൊക്കെ വീഴാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ ക്ലിയർ ചെയ്ത് പോകണം. മാത്രമല്ല നെസസറി ലോണ്ടറീസ്, അതായത് ലിനൻസ്, ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവരെയൊക്കെ കിടത്തിയിരിക്കുന്ന ബെഡിന്റെ ഒക്കെ വിരികളൊക്കെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റി അതൊക്കെ ലോണ്ടറിയിലേക്ക് കൊടുക്കണം. എന്തിന്? ക്ലീൻ ചെയ്യാനായിട്ട്. ഇവര് ക്ലീൻ ചെയ്യേണ്ട, ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊക്കെ അവിടെ നിന്ന് മൂവ്, കാരണം നമ്മളൊരു മുറിക്കകത്ത് ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെ എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞതോ അല്ലെങ്കിൽ വേണ്ടാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പതുക്കെ എടുത്ത് മാറ്റും, അല്ലെ? മാറ്റിയിട്ട് അത് പിന്നീട് നമ്മൾ തന്നെ കൊണ്ടുപോയി നിലക്കും. ഇവിടെ അവരിത് ചെയ്യേണ്ട. മാറ്റിയതിന് ശേഷം അവരത് എന്ത് ചെയ്യുന്നു, അത് ലോണ്ടറി വിഭാഗത്തിലെ ഏൽപ്പിക്കും. ലോണ്ടറിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും ഹോസ്പിറ്റൽസിൽ. അതല്ല എങ്കിൽ അത് മാറ്റിവെക്കും. ലോണ്ടറി ചിലപ്പോ ഹോസ്പിറ്റൽസിന്റെ അകത്തുണ്ടാകും. അതാണോ നല്ലത്, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ലോണ്ടറിയിൽ കൊടുത്ത് ക്ലീൻ ചെയ്യിപ്പിക്കുന്നതാണോ നല്ലത്? മിക്കവാറും ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവിടെ തന്നെ ലോണ്ടറീസ് ഉണ്ടാവും. ബിക്കോസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ തുണിത്തരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യണം. ഈ സ്റ്റെയിൻ ഒക്കെ വന്നേക്കണം, കറയൊക്കെ പിടിച്ചിട്ടുള്ളതൊക്കെ അത് മാറ്റാനുണ്ടായിരിക്കും. മിക്കവാറും ഹോസ്പിറ്റൽസിന്റെ ഇന്റീരിയറിൽ തന്നെ അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റേണ്ട ഒരു ചുമതല കൂടി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ആൻഡ് ഓൾസോ വൈൽ ക്ലീനിങ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് ദ വേസ്റ്റ് ഷുഡ് ബി disposed according to the strict hospital procedures and rules. അപ്പൊ നേരത്തെ നമ്മള് തൊട്ട് മുന്നിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ പോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട എക്യുപ്മെന്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം ഹോസ്പിറ്റൽസിന്റെ. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന വിഭാഗക്കാരും അവരുടെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം. നമ്മൾ മുറിയൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എന്തായാലും വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എന്താ ചെയ്യണ്ടേ? അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിന്റെ എന്താ പറയാ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഇല്ലേ, അനിമൽസ് ഒക്കെ വന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ റാറ്റ്സ് എങ്കിലും പെരുകും. അവിടെയൊക്കെ വന്നിട്ട് അതൊക്കെ വലിച്ച് കടിച്ചു പറിച്ചൊക്കെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇടും. അപ്പൊ ഇത് ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ്. ഒത്തിരി ഡിസീസസ് പകരാൻ സാധ്യതയുള്ള എന്താ പറയാ വേസ്റ്റേജുകളാണ് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങനെ അലസമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആ പ്രദേശവാസികൾക്കും അവർക്കും ഒക്കെ തന്നെ അനുഭവപ്പെടും. സോ അതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? വേസ്റ്റ് വാട്ട് ഷുഡ് ബി ഡൺ, അല്ലെ? നമ്മുടെ വേസ്റ്റില് പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ എന്താ പറയാ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. ആര് വന്ന് കൊണ്ടുപോകും? ആര് വന്ന് കൊണ്ടുപോകുമല്ലോ? നിങ്ങളുടെ അവിടെ ഒന്നും ഇല്ല? പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ ഇല്ലേ? നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് കണ്ടെയ്ൻമെന്റുകളൊക്കെ ഈ ഹോസ്പിറ്റൽ ഈ പ്ലാസ്റ്റിക് കവേഴ്സിലാണ്. പ്ലാസ്റ്റിക് കൊണ്ടുപോവേണ്ട, പ്ലാസ്റ്റിക് വേണ്ട എന്ന് പറഞ്ഞ് ഓക്കെ, അതെ, ഹരിത കർമ്മസേനയാണ് അതിനെ കൊണ്ടുപോകുക. അപ്പൊ അവരാണ് വന്ന് കൊണ്ടുപോകുക. അപ്പൊ അവർക്ക് ഇതെന്താ നമ്മളോട് ഇങ്ങനെ പറയും ഇത് വേണ്ടത്. പക്ഷെ പല കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ്. സോ നമ്മള് എന്താ പറയാ ഹെൽപ്ലെസ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവരാണത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങൾ അവിടെ മാറ്റി വെച്ചോ, അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനത്തിന്റെ കവേഴ്സ് ആണെന്ന് അറിയില്ലല്ലോ. അത്തരം കവറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഉണക്കി, പറ്റുമെങ്കിൽ ഉണക്കിയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് അവർ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അത് അവർ കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. അതെ, അപ്പൊ അതൊരു പ്രൊസീജിയർ ആണ്. നമ്മളുടെ നാട്ടിൽ അതൊക്കെ ഇട്ട് വാരിക്കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സ്മോക്ക് കൊണ്ട് പരിസരത്തും നമുക്കും ഒക്കെ ഒത്തിരി എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, 50 റുപ്പീസ് കൊടുക്കണം, അത് വേണം. അപ്പൊ ഇത്തരം ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാനും ഒരു പരിധി വരെ ക്യാൻസേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ മാറ്റി നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് അവർ തരുന്ന ചില പതുക്കെ ഇതൊക്കെ നടക്കുള്ളൂ. ഒറ്റയടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല പുതിയ ടെക്നോളജീസ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ ഒരു കണ്ണടച്ച് തുറക്കുമ്പോ തന്നെ ഇതൊന്നും നിലവിൽ വരില്ല, നമുക്കറിയാം. പക്ഷെ ഇതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പൊ അത് പതിയെ മാറ്റിയെടുക്കണമെങ്കിൽ എന്താ പറയാ അങ്ങനെ നമുക്ക് എല്ലാവരും അത് ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോയാൽ മാത്രമാണ് പറ്റുക. അപ്പൊ ഹോസ്പിറ്റൽസിനും അവരുടെ വസ്തുക്കളൊക്കെ വേസ്റ്റേജുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവരും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെ വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട് വേസ്റ്റ്. ഓക്കെ, കിട്ടിയോ? എന്താണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്? ഹൗസ് കീപ്പിംഗ് മനസ്സിലായോ? പറയണേ. ഹൗസ് കീപ്പിംഗ്. നെക്സ്റ്റ് വൺ എന്താണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്ററി മീൻസ്
കാറ്ററിംഗും കൂടി വേണമെങ്കിൽ പറയാം, ക്യാൻറ്റീൻ എന്ന് പറയാം, ഒക്കെ ഇത് തന്നെയാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താണ്? ടു പ്രൊവൈഡ് ഫുഡ് to the inpatients, their family members, the staff, and anyone in the hospital to provide a nutritional food. Nutritional menu അനുസരിച്ചിട്ട് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ന്യൂട്രീഷണൽ ഫുഡ് അവിടെയുള്ള ഇൻപേഷ്യൻസിനും വരുന്ന ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാഫ് ആയിക്കോട്ടെ, whoever depending upon that canteen, ആ ക്യാൻറ്റീന്റെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആർക്കൊക്കെയാണോ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഡയറ്റീഷ്യൻ. ആളും എന്തായിരിക്കും ഈ ഹെൽത്ത് കെയർ ടീമിന്റെ ഒപ്പം, ഹെൽത്ത് ടീമിന്റെ ഒപ്പം ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. അതായത് ദേ ഹാവ് ടു ആസ്ക് ദ പേഴ്സണൽസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ഫുഡ്. ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, തൊഴിലാളികൾ, അവരെ കണ്ട് അവരോട് പേഷ്യൻസിന്റെ ന്യൂട്രീഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പറയാം, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി. അപ്പൊ ഇവരാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഏത് പേഷ്യൻസിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്ന് മനസ്സിലാക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടോട്ട് ടു ദ പേഴ്സണൽസ്. ആരാണോ ഇത് ഉണ്ടാക്കണേ, ഫുഡ് ഉണ്ടാക്കുന്നത്, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ അവരാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഹി ഓർ ഷീ മേ ബി റെസ്പോൺസിബിൾ ഫോർ ഓർഡറിംഗ് ദ സപ്ലൈസ്. അതായത് അവിടെ എന്തൊക്കെ ഫുഡിന്റെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഓർഡർ എടുത്ത് സപ്ലൈ ചെയ്യാനുള്ള ഒരു റൈറ്റ്, എന്താ പറയാ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. മാത്രമല്ല സൂപ്പർവൈസ് ചെയ്യണം. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. അവര് ഒന്ന് വൃത്തിയായിട്ട് നിന്നിട്ടാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഓക്കെ, അവര് ഹൈജീനിക് ആയിട്ടാണോ, അവര് ഉണ്ടാക്കുന്ന ഇടം ഹൈജീനിക് ആണോ. നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊന്ന് ചുറ്റുവട്ടത്തൊക്കെ ചിലപ്പോൾ ചിലതിൽ ചെല്ലുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോരും. ചിലപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ, നമ്മളൊരു നേരത്തെ ഫുഡ് കഴിക്കാനാണ് പോണത്, പക്ഷെ കഴിക്കുന്നത് നമ്മൾ വൃത്തിയോടെയും എന്താ പറയാ ആസ്വദിച്ചൊക്കെ നമുക്കൊന്ന് കഴിക്കണം. ഒരു നേരത്തെ ഫുഡാണ് കഴിക്കാൻ ചെല്ലുന്നതെങ്കിലും കുറച്ചാണ് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചായ മാത്രം കുടിക്കാൻ, പക്ഷെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കാതെയും പോരാറുണ്ട്. അതെന്തുകൊണ്ടാ? ഹൈജീനിക് അല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലെ. പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അത് പ്രിപ്പയർ ചെയ്യുന്ന ഇടം, ചുറ്റുവട്ടം ഒക്കെ ഇപ്പൊക്കെ കൂടുതലും ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഓപ്പൺ നമ്മളുടെ കിച്ചൺ പോലെ തന്നെയൊക്കെ കുറെ വിസിബിൾ ആകുന്ന രീതിയിലാണ്. കാരണം അതിന്റെ ഉള്ളിൽ എങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പൊ കുറച്ചുകൂടി വിസിബിൾ ആകുന്ന, ട്രാൻസ്പെറന്റ് ആകുന്ന രീതിയിലാണ് ഇപ്പൊ ഒക്കെ കൂടുതലും റെസ്റ്റോറന്റുകളൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും പറഞ്ഞതുപോലെ എല്ലാം ഒറ്റയടിക്കാവില്ല, കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതാണ്. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ഫുഡ് services to the inpatients, family members, and staff based on the nutritional menu according to the which is provided by the nutrition department. Nutrition department suggest ചെയ്യുന്ന രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇൻപേഷ്യൻസിനും ഫാമിലിക്കും അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. And they have to understand or make understand the nutrition, patients' nutritional needs, and also have to be taught to the personnel. ഇതനുസരിച്ച് കാര്യങ്ങൾ വിശദമാക്കി ആർക്ക്, ഇതിന്റെ തൊഴിലാളികൾക്ക് ആരാണോ ഫുഡ് ഉണ്ടാക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത്രയുള്ളൂ. അതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഇപ്പൊ നമ്മൾ വായിച്ച അതൊന്ന് വായിച്ചു നോക്കിയേ, വേഗം നോക്കിയേ. 2 മിനിറ്റ് ഞാൻ സമയം തരാം, വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോളജി, CSSD, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി. എത്രയാണ് ഇപ്പൊ പറഞ്ഞത്? 5 എണ്ണം. ഡയറ്ററി വരെ ഒന്ന് വേഗം വായിച്ചു നോക്കുക. ഈ ചാപ്റ്റർ നമ്മള് ഇന്ന് തീർന്നില്ലെങ്കിലും അടുത്ത ദിവസം കൊണ്ട് തീർക്കും. നാളെ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉണ്ടാവും കേട്ടോ. ഏതായിരുന്നു നാളെ നിർമ്മല മിസ്സിന്റെ ക്ലാസ്സിന് പകരം ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടോ? നാളെ ഉണ്ടോ? ഇംഗ്ലീഷ് നിർമ്മല ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടോ? ഓക്കെ. ആ ഒരു അവർ ഞാൻ തന്നെ കയറും. സോ ദാറ്റ് വി ക്യാൻ ഫിനിഷ് ദിസ് ചാപ്റ്റർ ആൻഡ് ഓൾസോ ഗീവ് സം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കേട്ടാ. ഈ ചാപ്റ്റർ നമുക്ക് തീർക്കുകയും ചെയ്യാം. ഇതിന്റെ ഒരു കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിലോട് തരാം. ഓക്കെ. അപ്പൊ അടുത്ത ദിവസം, അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസം നമുക്കൊരു പുതിയ ചാപ്റ്റർ ആയിരിക്കും. ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് റെഡി ആയിട്ടിരുന്നേക്കണം അടുത്ത നെക്സ്റ്റ് വീക്കിലേക്ക്. ഓക്കെ. ഫാർമസി ആരും എടുത്തില്ലല്ലോ ചാപ്റ്റർ? എന്റെ ചാപ്റ്റർ ആണ്. ഞാൻ ആരെങ്കിലും അടിച്ചു മാറ്റി എടുത്തോന്ന് അറിയാനാ ചോദിച്ചാൽ. ആരെങ്കിലും എടുത്തോ ചാപ്റ്റർ? ഇല്ല. സോ അപ്പൊ ഞാൻ തന്നെ നാളെ വലിയ
വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഞാൻ തന്നെ വരും. നമുക്ക് നേരത്തെ കൂട്ടി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാവർക്കും പല പല പ്രശ്നങ്ങളും വയ്യായ്കളും ഒക്കെ ഉണ്ട്. അറ്റ് പ്രസന്റ് ഞാൻ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ടീച്ചറിന്റെ ആ ഒരു അവർ ഞാൻ ഇന്ന് എടുത്തേക്കാം. അപ്പൊ എന്റെ അത്രയും കുറച്ചുകൂടി പോർഷൻസ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുമല്ലോ എന്ന് കൂടി വിചാരിച്ചിട്ടാ. കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ വരില്ലട്ടാ. കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വരെ പ്രശ്നമില്ലല്ലോ. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മളുടെ മോക്ക് ടെസ്റ്റിൽ മാത്രം എഴുതിയ ക്വസ്റ്റ്യൻസ് ചിലപ്പോ പോരാണ്ട് വരും. 5 ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നുള്ളൂ. നമുക്ക് കുറെ ദിവസം കൊണ്ടാണ് എടുത്തത്. പക്ഷെ എങ്കിലും പെടാത്ത ക്വസ്റ്റ്യൻസോ, അപ്പൊ നിങ്ങളൊക്കെ മൊത്തത്തിൽ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചൊക്കെ ഇരുന്നോട്ടാ. ചിലപ്പോ എനിക്ക് അങ്ങനെ ചോദിക്കാനൊക്കെ തോന്നിയാൽ ഞാൻ ചോദിക്കും, ഇന്നയാളുടെ പേരൊക്കെ വിളിച്ച് എന്താണത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ ഒന്ന് വേഗം ഉത്തരം പറയാനായിട്ട് റെഡി ആയിട്ടിരുന്നോ. ഇത്രയും പിള്ളേരുണ്ടാവാറുള്ള ക്ലാസ്സിൽ? അത് ഞാൻ മറന്നുപോയി ചോദിക്കാൻ. 42 കുട്ടികൾ ജോയിൻ ചെയ്യാറുള്ള ഇപ്പൊ ക്ലാസ്സില്? ഒത്തിരി പിള്ളേരുണ്ടായിരുന്നില്ലേ? കുറഞ്ഞു പോയി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇന്ന് മാത്രമാണോ ഇത്രയും കുട്ടികളുള്ള? 42 ഇപ്പൊ കുറവാണ്. അപ്പൊ ചിലപ്പോ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും. മിക്ക സ്ഥലത്തും മോർണിംഗിൽ പറയുണ്ടായിരുന്നു ഏതോ ക്ലാസ്സിൽ. പക്ഷെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞില്ല ആരും. മോർണിംഗിൽ ഒരു 78, 90 അങ്ങാണ്ട് 80, 85 അങ്ങാണ്ട് ഉണ്ടായി തോന്നണം. അപ്പൊ ആരും പറഞ്ഞില്ല. വേറെ ക്ലാസ്സിൽ പറയണ്ടായിരുന്നു തോന്നണം. പിള്ളേര് കുറവായിരുന്നു, അപ്പൊ മഴയാണ്, അതുകൊണ്ട് അവർക്ക് ലീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഏതാത്? MSW ആണ് കേട്ടാ. മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ്. നോക്കിയേ, അതായത് നമ്മൾ ഹോസ്പിറ്റൽസിൽ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ എല്ലാവരും എന്താ പറയാ, നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, അവിടെ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർക്കൊക്കെ വേഗം അത് കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ഇപ്പൊ മെഡിക്ലെയിം ഒക്കെ ഉള്ളവർക്ക് ഇൻഷുറൻസിന് വേണ്ടി ഏത് ഡെസ്കിലേക്ക് എത്തണം, ഇതൊക്കെ അവർക്കൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് പക്കായിട്ട് അറിയാമായിരിക്കും. പക്ഷേ സം പീപ്പിൾ ദോസ് ഹു ആർ എന്താ പറയാ, അവര് നെർവസ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും അവർക്ക് നെർവസ് ഫീലിംഗ് ഉണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടേക്ക് പോകണം, ആരെ മീറ്റ് ചെയ്യണം, ഏത് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്താലാണ് നമ്മുടെ രോഗത്തിന്റെ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ഫാർമസി, എവിടെ നിന്ന് മരുന്ന് കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എനിക്ക് എന്താ പറയാ മെഡിക്കൽ ക്ലെയിം ഉണ്ട്, അപ്പൊ അതെവിടെ നിന്ന് ഏത് ഡെസ്കിൽ എത്തണം, അതിന് എവിടേക്കാണ് ചെല്ലണ്ടേ, ഇങ്ങനെയുള്ള ചില കുറെ പ്രശ്നങ്ങൾ ചില ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ചൊന്നും അവയർനെസ് ഇല്ലാത്ത ചില ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു സൈക്കോ സോഷ്യൽ എന്താ പറയാ ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ അവരുടെ മെന്റലി അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നമ്മൾ പോകുന്നു. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസും നേരിടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഇൽനെസ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഹെൽത്തുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത ഹോസ്പിറ്റൽസ് ചെല്ലുമ്പോൾ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹ്യപരമായിട്ടുള്ള ചില ഇടപെടലുകളും മോശമായ രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആളുകളും ഉണ്ട്. സോ എല്ലാം ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവരെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ. കാശ് കൊണ്ടുള്ള അസിസ്റ്റൻസ് മാത്രമല്ല, കാശ് കൊണ്ട് അല്ലായിരിക്കാം, കൂടുതലും ഇത്തരം പ്രശ്നങ്ങളാണ്. കാശുണ്ട് കയ്യില്, പക്ഷെ അല്ലെങ്കിൽ ക്ലെയിം ഉണ്ട്, പക്ഷെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളിൽ ആരെയൊക്കെ കാണണം എന്നുള്ള ഒരു ബോധ്യമില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗം, അതൊരു സോഷ്യൽ വർക്കാണ്. ഇന്ന് ഇതിനൊക്കെ എന്താ പറയാ നല്ല എന്താ പറയാ സ്കോപ്പുള്ള ഒരു വിഷയം തന്നെയായിട്ട് എടുത്തു പഠിക്കുന്ന കോഴ്സുകളും ഉണ്ട്. ഇതിന്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളും ഇതിന്റെ PGയും ഒക്കെ എടുത്ത ആളുകൾ വിദേശത്ത് ഒരുപാട് നഴ്സിംഗ് ഹോംസിലൊക്കെ നമ്മുടെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ തന്നെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവര് ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള ആളുകളെ, അത്തരം ഹെൽപ്പ് നീഡ് ആവശ്യമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള. അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തുമായിട്ട് നമ്മുടെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി
ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ദേ മേ ഫേസ് മെനി സോഷ്യൽ പ്രോബ്ലംസ്, സൈക്കോ സോഷ്യൽ, മെന്റൽ സോഷ്യൽ പ്രോബ്ലംസ് രണ്ടും കൂടി ചേർന്നതാണ്. അതാണ് സൈക്കോ സോഷ്യൽ എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അവരുടെ മെന്റലിയും മാത്രമല്ല സാമൂഹ്യപരമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ഇത്തരം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നതുപോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MSW എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, ഒത്തിരി ഇത്തരം ചാലഞ്ചസ് അല്ലെങ്കിൽ ഇത്തരം ഫാമിലീസ് ഫേസ് ചെയ്യുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത്തരം ഫാമിലീസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി ചലഞ്ചസിനെ സോൾവ് ചെയ്യാൻ പാകമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MSW. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡെസ്കിലേക്ക് റീച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് വേണമെങ്കിൽ പറഞ്ഞ് ഇന്ന കാര്യങ്ങളാക്കിയാണ്, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, അത്തരം നമുക്ക് അറിവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യത്തെ കുറിച്ചും അറിവുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. എല്ലാം അറിയുന്നവനായിരുന്നെങ്കിൽ ആരായനെ? എല്ലാം അറിയുന്നവരൊന്നുമല്ല, എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ അജ്ഞതയുള്ളവരുമാണ് നമ്മളെല്ലാവരും. അപ്പൊ അത്തരം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ദേ മേ ബി സം പീപ്പിൾ ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളും തന്നെ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവരല്ല. അത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് കൂടുതൽ നിയന്ത്രിച്ച് അപ്പൊ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് അവർ കൊണ്ടുപോകുമ്പോൾ അത് ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് അത് കാണിക്കുക. കാരണം അത്തരം സ്ഥലത്തിലും ഓക്കെ അവർ നമ്മൾക്ക് ഹെൽപ്പ് ഉണ്ട്, അവർ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ചാലും മനസ്സിലാകും. സോ ഇവരെ നമുക്ക് ഒരു പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവര് നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു ഈസി വേ ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ദേ മേക്ക് എസ് എ ലിങ്ക് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആരെ? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിനെ ഒരു ബ്രിഡ്ജ്, ഒരു പാലം കണക്കാണ് പേഷ്യൻസിനെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്താൻ, അല്ലെങ്കിൽ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോ ഫാമിലി മെമ്പേഴ്സോ ആരാണോ ബന്ധപ്പെട്ടവര് അവരെ ഇവിടേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവർ അതെല്ലാം ക്ലിയർ ചെയ്ത് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നത് വരെ അവർ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവര് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കൂട്ടരും കൂടിയാണ് MSW, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്ന്? ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാത്രമല്ല മനുഷ്യന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒത്തിരി ഇത്തരം മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അല്ലെ. ഓക്കെ, അത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിസിയോതെറാപ്പി ഓക്കെ, ഇവിടെ പേഷ്യൻസിന്റെ എന്താ പറയാ റിഹാബിലിറ്റേഷൻ പേഷ്യൻസിനാണ് ഇത് ഉദ്ദേശിച്ചു കൂടിയുള്ളതാണ്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, അവർക്കാണ് കൂടുതൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പക്ഷെ റിഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് എന്താ പറയാ ഡെയിലി വന്നു പോകുന്ന ഔട്ട് പേഷ്യൻസിനും ഇതിനകത്ത് വന്ന് എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടിപ്പോകാം. ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്സ്, നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള അല്ലെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. കാരണം അസ്ഥികൾക്കാണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ആവശ്യം അല്ലെ. ബലക്കുറവ്, ആക്സിഡന്റ്സ്, പണ്ട് ഉണ്ടായിരുന്ന ആക്സിഡന്റിൽ നിന്ന് പിന്നീട് കുറെ കഴിയുമ്പോൾ വേദനകള്, അപ്പൊ അതൊക്കെ എന്താ പറയാ ഈ നമ്മൾ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞുള്ള ചികിത്സകൾ, എല്ലിനൊക്കെ ഫ്രാക്ചേഴ്സ് വന്നു, ഒരു വർഷമൊക്കെ എന്തെങ്കിലും പാരലൈസ്ഡ് ആയിപ്പോയി, അപ്പൊ നമുക്ക് ബലമില്ല. പാരലൈസ്ഡ് ആകാന്ന് പറഞ്ഞാൽ എന്താ, ഒരു വശം അനക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു വശം ഉണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല. ഒരു ഫീലിംഗും ഇല്ലാത്ത ഒരു വശം, വെറുതെ അവിടെ എന്തോ ഒരു സാധനം മരത്തടിയോ എന്തൊക്കെയോ വെച്ചേക്കണ പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. വേറൊരാളുടെ ഹെൽപ്പ് വേണം ടു മൂവ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെക്കാനൊക്കെ വേറൊരാള് അല്ലെ. പാരലൈസ്ഡ് ആയി പോകുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നത് നമുക്കൊന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ കേട്ടോ ഒക്കെ പരിചയം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ടും അവരുടെ കാലിലൊന്ന് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഹീറ്റിംഗ് ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത്തരം അവരുടെ പേഷ്യൻസിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കുന്ന തെറാപ്പീസ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ വൈഡ് റേഞ്ച് എവിടെ വേണമെങ്കിലും, എല്ലുമായിട്ട് ബന്ധപ്പെട്ട എവിടെ വേണമെങ്കിലും നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസസ് ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആണ്. ഇന്ന് ഹോസ്പിറ്റൽസിലും ഇങ്ങനെ ഒരു സെന്റേഴ്സ്, യൂണിറ്റ്സുകളും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പുറത്തൊക്കെ ഉണ്ടാകും ഇതുപോലെ ഫിസിയോതെറാപ്പി കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ, പല തെറാപ്പീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ബോൺസിന് ബലക്കുറവുള്ള സ്ഥലങ്ങൾക്ക് അത് പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മൾ കാലിൽ എഴുന്നേറ്റ് നിൽക്കണം അല്ലെ, സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ അതിന് ആ കാലിന് ബലം ഉണ്ടാകണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ബലമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സാധനമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് കേട്ടോ ഇത്
ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിന് ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. റീഹാബിലിറ്റേഷൻ പേഷ്യൻസിന് ഉദ്ദേശിച്ച് എയിം ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ബോഡിയുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പീസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും 3 കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയേണ്ടതുള്ളൂ. കഴിഞ്ഞോ? കിട്ടിയോ പറഞ്ഞത്? ക്ലിയർ ആയോ? യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? ഫാർമസി. ഓക്കെ, ഫാർമസിയാണ് നമുക്കറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. എന്താണ് ഫാർമസി? എപ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ടി നമ്മൾ പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽസിൽ. ഏതൊരു ഹോസ്പിറ്റൽ, എവറി ഹോസ്പിറ്റൽ ഷുഡ് ബി എക്യുപ്ഡ് വിത്ത് എ ഫാർമസി ഫോർ വിച്ച് പ്രൊവൈഡ്സ് മെഡിസിൻസ്, ഡ്രഗ്സ്, ഫാർമാസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതൊക്കെ അല്ലെ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധന ഫാർമസി എന്ന് പറയുന്നത്. മരുന്നുകള്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഉൽപ്പന്നങ്ങളും ഉണ്ട്. ചിലപ്പോ ചില ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റുകൾ. അതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് എന്താ പറയാ ശ്വാസം മുട്ടൽ വന്നു, ഇത് എന്താ പറയാ ആവി വലിക്കാനായിട്ടൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇൻഹേലേഴ്സ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലെയുള്ള നെബുലൈസ് ചെയ്യുന്ന മെഷീൻസ്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം, അതും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫാർമസി എന്ന് പറയുന്നത്. മരുന്നുകൾ മാത്രമല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇവൻ ഗ്ലൗസ്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫാർമസിയിൽ അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഏത് ഹോസ്പിറ്റൽസിലായാലും എല്ലാ തരത്തിലുള്ള എന്താ പറയാ മെഡിസിൻസും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻ ഷുഡ് ബി കെപ്റ്റ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്ന് വെക്കണം. അത് മാത്രമല്ല അവര് ഉപയോഗിക്കുന്ന സർജറീസിന് ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, ഹോസ്പിറ്റൽസിൽ തന്നെ വേണ്ടി വരുന്ന ചില സാധനങ്ങൾ ഉണ്ടല്ലോ സർജറീസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോ കെട്ടണ സാധനോ കോട്ടനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഇല്ലേ, അതുമെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ ഫാർമസി. ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസി വിൽ ബി റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുക. ഫാർമസി ഒരാളല്ല, പക്ഷെ ഒന്ന് വലിപ്പം അനുസരിച്ച് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ബെഡ് സ്ട്രെങ്ത് ഒക്കെയാണ് അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് എത്രത്തോളം ഫാർമസിസ്റ്റുകൾ വേണം ഫാർമസിയിൽ നിന്നൊക്കെ ഉണ്ട്. നമ്മൾ അടുത്തൊരു ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ, എന്തൊക്കെയാണ് ഫാർമസി നമുക്ക് കിട്ടുക? ഒന്ന്, ഫാർമസിക്കാർ ചെയ്യേണ്ടത് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻസ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ്. ഒരു ഫാർമസിയിലുള്ള മരുന്നുകൾ വാങ്ങേണ്ടതും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യേണ്ടതും അതാത് സ്ഥലത്തേക്ക് എവിടേക്കാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അവിടേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും ഫാർമസിയിലെ മരുന്നുകൾ മാത്രമല്ല ഫാർമാസ്യൂട്ടിക്കൽസ്, അതായത് മരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ഒക്കെ കൊടുക്കാൻ ഉള്ള റെസ്പോൺസിബിലിറ്റി അതൊരു അവരുടെ സേവനമാണ്. ഫാർമസിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കിടന്ന് ചികിത്സിക്കുന്നവർക്കും കിട്ടും മരുന്ന്. അതുപോലെ തന്നെ പുറത്തുനിന്ന് എല്ലാ ദിവസവും ദിവസേന വന്നു പോകുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന മെഡിസിൻ കൊടുക്കുന്നത് ഫാർമസിയിൽ തന്നെയാണ്. പിന്നെ എന്താ പറയാ, ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഭാഗത്ത് എന്ന് വെച്ചാൽ കണ്ടു പോകുന്നവർക്ക്. പിന്നെ എന്താ വാർഡിലും ചില ഫാർമസീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ വാർഡിന്റെ മുമ്പിൽ, അതായത് ഇപ്പൊ ലേബർ റൂം, അതൊക്കെ ലേബർ റൂം പോട്ടെ, നമ്മുടെ മെറ്റേണിറ്റി വാർഡ്, അതുപോലെ തന്നെ മറ്റു വാർഡുകൾ, പേ വാർഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വാർഡിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഫാർമസി ഉണ്ടായി. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫാർമസിന്ന് ഈ പറയുന്ന കിടക്കുന്ന ഇൻപേഷ്യൻസിന് കൊടുക്കേണ്ട വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് നേരത്തിന് മരുന്നുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഈ പറയുന്ന അവിടെ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കാരണം അത് ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഓരോ പേഷ്യൻസിന്റെ പേരിൽ എന്തൊക്കെ മരുന്നുകളാണ് ഓരോ നേരത്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, വാർഡുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. നേരത്തിന് കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് വന്ന് കളക്ട് ചെയ്ത് സമയത്തിന് വന്ന് വാങ്ങിച്ചിട്ട് പോകാനൊക്കെ പറയും. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഓരോ വാർഡിന്റെ അടുത്തായിട്ടും ചിലപ്പോൾ ഫാർമസീസും ഉണ്ടായിരിക്കും. വലിയ ഫാർമസിയാണെന്നല്ല ഉദ്ദേശിച്ചത്. ഫാർമസിയിൽ നമ്മുടെ മെയിൻ ഫാർമസിയിൽ നിന്ന് കൊടുക്കുന്ന കളക്ട് ചെയ്തിരിക്കുന്ന മരുന്നുകള്, മെഡിസിൻസ് ഈ വാർഡിന്റെ അവിടെയുള്ള ഫാർമസീസിൽ വെച്ചിട്ടുണ്ടാവും. അത് അവർക്ക് എപ്പോഴാന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കാം. അപ്പൊ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സ് യൂഷ്വലി ഗിവ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ് വിച്ച് ഈസ് മെയ്ഡ് ആസ് എ ഗൈഡ് ഫ്രം ദ ഫാർമസി. അതായത് എന്ന് പറഞ്ഞാലേ ഈ ഫാർമസിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മരുന്നുകൾ പല രോഗങ്ങൾക്കും ചിലപ്പോ 1, 2, 3 രീതിയിലുള്ള മരുന്നുകളൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ അതായത് കമ്പനി മാറുന്നതനുസരിച്ച് മരുന്നുകളുടെ പേരിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും,
കളർ മാറ്റം ഉണ്ടായിരിക്കും, കവറിങ് മാറ്റം ഉണ്ടായിരിക്കും. പക്ഷെ ഇൻസൈഡ് അതിനകത്തുള്ള കണ്ടന്റ് ചിലപ്പോൾ ഒന്നായിരിക്കും. അത് ആ മരുന്ന് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന മരുന്ന് ഉണ്ട്, അതിന് പറ്റിയ മരുന്നായിരിക്കും ഡോക്ടേഴ്സ് എഴുതാം. അപ്പൊ ഹോസ്പിറ്റൽസിലെ ഫാർമസിലെ വാട്ട് ടൈപ്പ് ഓഫ് മെഡിസിൻ ഇസ് അവൈലബിൾ എന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവർ വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കും. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ അവരെയാണ് ഗൈഡായിട്ട് ഫാർമസിക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു ഗൈഡൻസിന്റെ പുറത്താണ് ഇവർ മരുന്ന് ചെയ്തത്. അവിടെ ഇന്ന മരുന്നാണ് അവൈലബിൾ, ഇന്ന കമ്പനിയുടെ ഉള്ളൂ കേട്ടോ, മറ്റേ കമ്പനി ഇല്ല ഡോക്ടറെ എന്നുള്ള കാര്യങ്ങൾ അറിയിച്ച് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന മരുന്നുകൾക്ക് അനുസരിച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്. അപ്പൊ ഫാർമസിയിൽ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളാണുള്ളത്, എന്റെ വിഭാഗത്തിൽപ്പെട്ട മരുന്നില് ഇന്ന കമ്പനിയേ ഉള്ളൂ നിലവിലുള്ളൂ. ചിലർക്ക് ചില കമ്പനിയുടെ പ്രിസ്ക്രൈബ് ചെയ്യും, ചിലർക്ക് വേറെ രീതിയിലുള്ളതായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കുഴപ്പമില്ല, രണ്ടും ഒരുപോലെ പോകുന്ന മെഡിസിൻസാ, കുഴപ്പമില്ലാത്തതാണ് എങ്കിൽ അവർക്ക് രണ്ട് യൂസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് തീർന്നു പോയാൽ മറ്റേത് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതൊക്കെ അതൊരു ഗൈഡായിട്ട് സ്വീകരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സെറ്റ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് പോയിന്റ്. പറഞ്ഞത് മനസ്സിലായോ? എന്താന്ന് ക്ലിയർ ആയോ? എന്താ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതെന്ന്? ലാസ്റ്റ് പോയിന്റ് ഇച്ചിരി നീളം കൂടി ഇതാവുമ്പോ അയ്യോ ഇതെന്താണോ ഈ പറഞ്ഞു വെച്ചേക്കണേന്ന് കുറച്ച് കഴിയുമ്പോ തോന്നിപ്പോ. ഓക്കെ, അതെ. അപ്പൊ നമ്മള് ഇപ്പൊ ചില മരുന്നുകള് ഡോക്ടേഴ്സ് അങ്ങനെ പറയും അത് കമ്പനി മാത്രമേ മാറിയുള്ളൂ, യു ക്യാൻ യൂസ് ഇറ്റ്, അതും ഉപയോഗിക്കാം. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ഡോക്ടർമാർ നോക്കും ഇന്ന മരുന്ന്, അതിനാണ് അവരെ എപ്പോഴും അവരുടെ സ്റ്റോക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന മെഡിസിൻസ് ഇപ്പൊ 1000 മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസീസിന്റെ ഒരു മരുന്ന് 1000 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് യൂണിറ്റ്, അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ തീർന്നു പോയി കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യണം വേറെ കൊണ്ടുവന്ന്. പക്ഷെ ഇൻ ബിറ്റ്വീനിൽ ചിലപ്പോ ചില സീസൺസിൽ ചില രോഗം ഇങ്ങനെ പെട്ടെന്ന് വരിക വരും. അപ്പൊ നമ്മള് ഇത് കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത ഓർഡർ ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ ഡിസീസ് അങ്ങനെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ആ ഒരു സർക്കംസ്റ്റാൻസിൽ അവർക്ക് മറ്റേ കമ്പനിയുടെ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എങ്കിൽ ദേ ഹാവ് ടു യൂസ് ഇറ്റ്, അത് ഉപയോഗിക്കണം അല്ലെ. അപ്പൊ അത് ഫാർമസിയിൽ അന്വേഷിച്ച് അവർ മനസ്സിലാക്കി വെക്കും. അപ്പൊ ഫാർമസിയിൽ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യും. അത് എന്താ പറയാ, അവർ അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോ ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമേ ഫാർമസിയിൽ, പുറത്തുനിന്നുള്ള ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ അവരപ്പൊ തന്നെ പോയിട്ട് ആ മൂലൊക്കെ പോയി ആ സിസ്റ്റത്തിന്റെ അവിടെ പോയി 2 കുത്തുകൂത്തനാണ്ടല്ലേ കീബോർഡില് ചോദിച്ചപ്പോ എന്താ പാട്ട് പാടാൻ പോയില്ലല്ലോ അവര്. അല്ല, അവരെന്തിനാ പോണേ? നമ്മൾ ചോദിച്ചാൽ മരുന്ന് അവിടെ അവൈലബിൾ ആണോ, അതിന്റെ സ്റ്റോക്ക് എത്രയാ അന്നും നോക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അവർ നോക്കും. അപ്പൊ നോക്കിയപ്പോ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഒരു 10 എണ്ണം ചോദിച്ചു അല്ലെങ്കിൽ 30 എണ്ണം ചോദിച്ചു കഴിയുമ്പോ ഇനി അവിടെ അത് കുറവാണ്. അപ്പൊ അവരത് അപ്പൊ തന്നെ എവിടെയെങ്കിലും ബുക്കിൽ കൊണ്ട് നോട്ട് ചെയ്യും. എന്തിനാ? ഓർഡർ ഇറ്റ് അല്ലെ, അടുത്തത് ഓർഡർ ചെയ്യണം. കാരണം അവിടെ ലെസ് ആണ്, കമ്മാണ്, അതായത് ഇവിടുത്തെ എണ്ണം യൂണിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു സാധനം ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇത് ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല. ഇല്ല എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിന്റെയും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുക അല്ലെ. നമ്മളിപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്നിട്ട് ആ ബിസിനസ്സിൽ നടത്തുന്ന സാധനം തന്നെയാണ്, പക്ഷെ ആ സാധനം ചോദിക്കുമ്പോൾ അയ്യോ അതുകൊണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കുടെ അവസ്ഥ എന്താ? ഇനി പിന്നെ നമ്മൾ വിചാരിക്കും അത് നാളെ അവിടെ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട, അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അതെന്തുകൊണ്ടാ? അതവിടെ ഇല്ലാന്ന് നമുക്ക് ഒരു പ്രാവശ്യം അറിഞ്ഞുള്ളൂ, പക്ഷെ ഇനിയും അത് അവിടെ അവൈലബിൾ അല്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അവരത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്ന് യൂണിറ്റുകൾ വെക്കും. അപ്പൊ അതനുസരിച്ച് ആ നീഡ്സ് അനുസരിച്ചിട്ടാണ് ഫാർമസിയില് ആ ഒരു ഗൈഡ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് അവരുടെ മരുന്നുകളൊക്കെ പ്രിഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഫാർമസി എന്ന് പറയുന്നത്. കിട്ടിയോ? ഫാർമസി എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന് ഏതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റാ പഠിച്ചേ? ഏതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു? ഒന്ന് വേഗം പറയോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞേ. സൗണ്ട് എന്താന്ന് നോക്കട്ടെ. പറയൂ. ക്ലിനിക്കൽ ലബോറട്ടറി, റേഡിയോളജി, സെൻട്രൽ സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, ഫാർമസി. വെരി ഗുഡ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്, 8 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ സപ്പോർട്ടീവില് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 എണ്ണം ഇതിനകത്തുള്ളൂ. നമ്മളുടെ ഇതിനകത്ത് മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ മെയിൻ്റനൻസ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4 എണ്ണം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളിലെ അവസാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. അത് നാളെ എടുത്തിട്ട് അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഫുള്ള് നമുക്ക് നാളെ എഴുതാം. അതിന് മുമ്പ് നിങ്ങൾ ക്ലിനിക്കൽ ലബോറട്ടറിന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ മറ്റേ സാധനം ഒരു 6 എണ്ണം ഇല്ലേ, അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയേ
പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ആണ്, ടെസ്റ്റിംഗ് ആണ്. 5 രീതിയിലുള്ള ടെസ്റ്റിംഗ്, 6 രീതിയിലുള്ള ടെസ്റ്റിങ്ങുകളാണ്. അതെന്താണെന്ന് എഴുതി വെച്ചേക്കാം, പെട്ടെന്ന് എഴുതിക്കോ. ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് ഹെഡിങ് എഴുതാം. ക്ലിനിക്കൽ ലബോറട്ടറീസ്. അതിൽ ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി, ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് എഴുതിയിട്ട് താഴെ ബാക്ടീരിയോളജി എന്ന് എഴുതാം. which relates to bacteriology, which relates to biology. That is internal and external structure. Internal and external. അകത്തും പുറത്തും സ്ട്രക്ചർ. STRUCTURE. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ബാക്ടീരിയ ബയോളജി. സെക്കൻഡ് വൺ ബയോകെമിസ്ട്രി. ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം എന്താ? ലിവിങ് ഓർഗാനിസം. ആ അതെ, ബയോകെമിസ്ട്രി എന്ന് ഹൈഫനേറ്റഡ് എഴുതാന്നിട്ട് കെമിക്കൽ പ്രോസസ് റിലേറ്റഡ് ടു ലിവിങ് ഓർഗാനിസംസ്. കെമിക്കൽ പ്രോസസ് റിലേറ്റഡ് ടു ലിവിങ് ഓർഗാനിസംസ്. തേർഡ് വൺ ഹിസ്റ്റോളജി. hyphenated എഴുതാം. microscopic study of tissues and organs. Microscopic study of tissues and organs. Histology. അത് കഴിഞ്ഞിട്ട് സീറോളജി. സീറോളജിയിൽ എഴുതാം ആന്റിബോഡി ടെസ്റ്റ്. TEST. Test to ascertain. Antibody test to ascertain previous viral infections. And body's immunity towards it. നമ്മുടെ വൈറൽ ഇൻഫെക്ഷൻസ് എത്രത്തോളം നമ്മുടെ ബോഡിയെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെന്നും അതിനോട് എങ്ങനെയാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇതിനോട് പ്രതിരോധിച്ചു, റെസ്പോണ്ട് ചെയ്തു എന്നും കാണിക്കുന്നതാണ്. ബോഡീസ് ഇമ്മ്യൂണിറ്റി ആൻഡ് പ്രീവിയസ് വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് ബോഡീസ് immunity towards it. അതിനോട് towards it എങ്ങനെ പ്രതികരിക്കുന്നു. നെക്സ്റ്റ് ഹെമറ്റോളജി വേണ്ടല്ലോ, ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണെന്ന് അറിയാം എല്ലാവർക്കും. നെക്സ്റ്റ് വൺ സൈറ്റോളജി. CYTOLOGY ആണ് കേട്ടോ. സൈറ്റോളജി. study of cells. CELLS. Study of cells, its structure and functions. Study of cells, its structure and functions. സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്, അതാണ് സൈറ്റോളജി. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച 8 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നന്നായിട്ട് വായിച്ചിട്ട് വരണോട്ടെ നാളെ വരുമ്പോ. കേട്ടല്ലോ? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി. അതിനകത്തൊക്കെ തന്നെ ഉള്ളതുള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റേത് ഞാൻ എഴുതി തന്നത് നിങ്ങളുടെ
അറിവിലേക്കാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ അത് ഒന്നും എക്സാമിനൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം.